ഹലോ, അപ്പോൾ ഇന്നാണ് നമ്മുടെ തിരുവോണം. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഓണം. ഞാനും അമ്മയും കൂടി ഇതേ രാവിലെ തന്നെ അമ്പലത്തിൽ പോകാനായിട്ട് റെഡി ആയേക്കുവാണ്. അങ്ങനെ അമ്പലം എത്തി അടിപൊളി പൂക്കളൊക്കെ കണ്ട് നമ്മൾ ഇതേ തൊഴുത് അങ്ങനെ ഇറങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഓണത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ടെന്ന്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ വീട്ടിലെ ആദ്യത്തെ ഓണമാണ്. അമ്പലത്തിൽ പോയി വന്നപ്പോൾ നമുക്ക് നല്ല ദോശയും സാമ്പാറും കോഫിയും ഒക്കെ ആയിരുന്നു ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഞാൻ ദേ അമ്മാമ്മയുടെ വീട്ടിലേക്ക് ഇറങ്ങിയിട്ടാ. അവിടെ എത്തിയപ്പോഴത്തേക്കും ദേ ആൻറ്റിയൊക്കെ വ്ലോഗ് എടുക്കലായിരുന്നു. ഞാൻ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നത് ദേ ഈ അമ്മാമ്മയുടെ ഈ പായസം ഉണ്ടാക്കൽ കാണാൻ വേണ്ടിയിട്ടായിരുന്നേ. അപ്പോൾ എൻ്റെ ഓണക്കോടി ഇതായിരുന്നു. എങ്ങനെയുണ്ട്? പിന്നെ അവിടെ നിൽക്കുമ്പോഴത്തേക്കും എനിക്ക് വീട്ടിൽ നിന്ന് വിളി വന്നതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി തിരിച്ച് വീടെത്തി കാറും എടുത്ത് രണ്ടുപേരെയും കൂടി നമ്മളിതേ സദ്യ മേടിക്കാൻ വേണ്ടി പോകുക. ഇപ്രാവശ്യം അപ്പം നമുക്ക് ഓണസദ്യ ഓർഡർ ചെയ്തേക്കുമായിരുന്നേ. അങ്ങനെ നമുക്കുള്ള സദ്യയൊക്കെ മേടിച്ച് ഞങ്ങൾ വീടെത്തി രണ്ടുപേരും കൂടി എല്ലാം എടുത്തു വെച്ചോണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ നമ്മുടെ ഫോട്ടോഷൂട്ടിലേക്ക് കടന്ന് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ സദ്യക്കെല്ലായിട്ട് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കാനും തുടങ്ങി. സദ്യ കഴിച്ചു കഴിഞ്ഞാൽ ആ ഇലയിൽ തന്നെ പപ്പടവും പായസവും പഴമിട്ട് കഴിച്ചിട്ടാ. അങ്ങനെ സദ്യ കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ഉറക്കം എഴുന്നേറ്റ് ഞങ്ങൾ 3 പേരും കൂടി അമ്മാമ്മയുടെ വീട്ടിലേക്ക് പോകുക. നമ്മുടെ വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഉള്ളൂ കേട്ടോ അമ്മാമ്മയുടെ വീട്ടിലേക്ക്. അങ്ങനെ അവിടെ എത്തി അമ്മാമ്മക്കും അപ്പാപ്പനും ഓണക്കോടിയൊക്കെ കൊടുത്ത് അമ്മാമ്മയുടെ സ്പെഷ്യൽ പായസമൊക്കെ കുടിച്ച് അവിടെ നിന്നും സദ്യ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.